നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജൂൺ മാസം എന്ന് പറയുന്നത് യൂട്രൈൻ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസർ അവയർനെസ് മന്താണ്. ഇന്ത്യയിലൊരു കണക്കെടുത്താൽ 1,00,000 സ്ത്രീകളിൽ 2.5 പേർക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ട്. കേരളത്തിലെ സ്ഥിതിയും ഭിന്നമല്ല. കേരളത്തിലും യൂട്രൈൻ ക്യാൻസറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ചികിത്സ? ഏത് സ്റ്റേജിലാണ് ഇത് കണ്ടെത്തേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ വിശദമാക്കുകയാണ് ഇന്ന് സ്റ്റെതസ്കോപ്പിൽ. നമ്മോടൊപ്പം കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ഗൈനക് വിഭാഗത്തിലെ ഗൈനക് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദീപക് ബോസ് ഉണ്ട്. വെൽക്കം സർ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ ഗർഭാശയ ക്യാൻസറുകൾ കൂടിക്കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഏത് തരത്തിലാണ് ഗർഭാശയത്തിൽ ക്യാൻസറുകൾ ഉണ്ടാകുന്നത്? ഗൈനക്കോളജിക്കൽ ഓങ്കോളജി, അതായത് ഗൈനക്കോളജിക്കൽ ക്യാൻസറുകൾ എന്തിനെല്ലാം കുറിച്ച് പഠിക്കുന്നു, അവലോകനം ചെയ്യുന്നു, ഏതെല്ലാം ക്യാൻസറിനെ ചികിത്സിക്കുന്ന ശാഖയാണെന്നൊന്ന് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഗൈനക്കോളജിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ പ്രത്യേക ഒരു സെക്ഷനായിട്ട് തന്നെ അവയെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ചികിത്സകളിൽ പ്രാവീണ്യം നേടിയിട്ട് വരുന്ന ഒരു ഫീൽഡാണ് ഗൈനക്കോളജിക്കൽ ഓങ്കോളജി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇത് സ്ത്രീയുടെ പ്രജനന അവയവങ്ങളുടെ ഒരു സ്പെസിമെൻ പോലത്തെ ഒരു കാര്യമാണല്ലോ. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ മെയിനായിട്ട് കാണുന്ന ഭാഗമാണ് യൂട്രസ്. ഇതിനോടൊപ്പം തന്നെ സൈഡുകളിലേക്ക് ഫലോപ്പിയൻ ട്യൂബ്, പിന്നെ ഇത് ഓവറികൾ, പിന്നെ യൂട്രസിൻ്റെ താഴെ ഭാഗം അതാണ് ഗർഭാശയ മുഖം അഥവാ സെർവിക്സ്, പിന്നെ താഴേക്കുള്ള യോനി നാളി അഥവാ വജൈന, പിന്നെ പുറമേക്ക് വരുന്ന ഭാഗം യോനി മുഖം അഥവാ വൾവ. ഇതിനെല്ലാം ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ശാഖ തന്നെയാണ് ഗൈനക്കോളജിക്കൽ ഓങ്കോളജി. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാം നമ്പറുകൾ കൂടിക്കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് ക്യാൻസേഴ്സിൽ ഈ പ്രത്യേക ക്യാൻസർ നമ്മൾ ഒരു ശാഖയായിട്ട് തന്നെ തിരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പ്രാവീണ്യം നേടി ചികിത്സിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത്. അതുകൊണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതലും പഠിക്കുന്നതും പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പ്രതിപാദിക്കുകയും കൂടെ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഗർഭാശയ ക്യാൻസറാണ്. ഗർഭാശയ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ മെയിനായിട്ട് കാണുന്ന ഈ യൂട്രസിൻ്റെ ഈ ലൈനിങ്, ഈ അകംഭാഗം, ഇത് ഗർഭാത്രത്തിൻ്റെ ഭിത്തിയാണെങ്കിൽ ഈ അകം ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ശരിക്കും നമ്മൾ ഗർഭാശയ ക്യാൻസർ എന്ന് എടുത്തു പറയുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര്, ശാസ്ത്രീയ നാമം എൻഡോമെട്രിയം എന്നായതുകൊണ്ട് ഈ ക്യാൻസറിനെ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ നമ്മുടെ സംസാരത്തിൽ ഞാൻ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അത് യൂട്രൈൻ ക്യാൻസറിനെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെ പരിചിതമായൊരു വാക്ക് ഫൈബ്രോയിഡ് ഉണ്ട് യൂട്രസിൽ എന്ന് പറയും. അതാണ് യൂട്രസിലെ മുഴ എന്ന് പലരും കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ മോഡലിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തടുപ്പ് പോലെ കാണുന്ന ഭാഗമാണ് ഫൈബ്രോയിഡ്. സാധാരണഗതിയിൽ ഈ ഫൈബ്രോയിഡ് അങ്ങനെ ഒരു ക്യാൻസർ അല്ല. വളരെ റെയറായിട്ട് ഫൈബ്രോയിഡ് മുഴകൾ ക്യാൻസറിലേക്ക് മാറാറുള്ളൂ. അതൊരു 100-200 പേരിൽ ഒരാൾക്കൊക്കെ ആ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ക്യാൻസറായി മാറാറുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഈ ഫൈബ്രോയിഡിൻ്റെ വോളിയം കൂടുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കാണാം. ഫൈബ്രോയിഡിൻ്റെ വോളിയം കൂടുക, പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്ത്രീയുടെ ആർത്തവ വിരാമത്തിന് ശേഷം വലിപ്പം കൂടുന്ന മുഴകൾ ഉണ്ടാവുക. കാരണം ഈ ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പ് മെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഹോർമോണിൻ്റെ പിൻബലത്തിലാണ് ഇവ വളരെയും ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നത്. ശേഷം ആ ഹോർമോണുകളെല്ലാം നിലച്ച് കഴിഞ്ഞാലും പിന്നെ ഇത് വളരുന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും ഈ യൂട്രൈൻ ക്യാൻസറിൻ്റെ പെർവ്യൂവിൽ വരുമെങ്കിൽ പോലും ഈ ലൈനിങ്ങിലുള്ള ക്യാൻസറിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഗർഭാശയ ക്യാൻസറിനുള്ളിൽ ഉൾപ്പെടുത്തി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നത്. ഈ എൻഡോമെട്രിയത്തിൽ വരുന്ന ആ പാളിയിൽ വരുന്ന കട്ടികൾ പിന്നെ അത് പിന്നീട് ക്യാൻസറായി മാറി പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. കാരണം അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെയും ഒരു മെയിൻ ഭാഗം. ഫൈബ്രോയിഡിലും ക്യാൻസർ വരാമെങ്കിൽ പോലും ഫൈബ്രോയിഡിൽ വരുന്ന ക്യാൻസറുകൾ സാർക്കോമകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അത് ഇതിനേക്കാളൊക്കെ വളരെ റെയർ ആയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് എൻഡോമെട്രിയത്തിലെ ക്യാൻസറിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ മെനോപോസ് ഒരു പ്രധാന ഘടകമാണ്. മെനോപോസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വരികയും മെനോപോസിന് ശേഷം ഈ 2 സ്റ്റേജിലുമാണ് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഒരു സൈൻ വരുന്നത്. അല്ലാതെ ഏതൊക്കെ രീതിയിലാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക? മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോണുകളെല്ലാം നിലച്ച ഒരവസ്ഥയാണല്ലോ ആർത്തവ വിരാമം. നമ്മളൊരു സ്ത്രീക്ക് ആർത്തവ വിരാമമായി എന്ന് നമ്മൾ കൃത്യമായി ക്ലിനിക്കലി പറയുന്നത്
1 വർഷത്തോളം മെൻസസ് പാടേ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആർത്തവവിരാമമായി എന്ന് പറയുള്ളൂ. ആർത്തവവിരാമത്തിന് മുമ്പ് തന്നെ ഒരു സ്റ്റേജ് തുടങ്ങും. മെൻസസ് പതുക്കെ അതിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് ഇടവേളകൾ കുറഞ്ഞ് വരുന്ന ഗ്യാപ്പ് കൂടി 3 മാസം 6 മാസത്തിലൊരിക്കലൊക്കെ. പക്ഷേ അതിനൊന്നും നമ്മൾ മെനോപോസ് നമ്മൾ വിളിക്കണമെങ്കിൽ 12 മാസം ഇല്ലാതിരിക്കണം. എന്തിനാണ് ഈ 12 മാസത്തെ കണക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനോപോസിന് ശേഷം ആർത്തവവിരാമം 12 മാസവും ഇല്ലാതിരുന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് രീതിയിൽ ഒരു ബ്ലീഡിങ്ങോ ഒരു കറയോ കണ്ടാൽ പോലും അതിനെ നമ്മൾ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്നും അതിനെ നമ്മൾ കാര്യമായിട്ടൊരു രോഗലക്ഷണമായിട്ട് നമ്മൾ എടുത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്നോസിസോ ചികിത്സകളോ എടുക്കേണ്ട ആവശ്യം ഉണ്ടാകും. ആ ഒരു സ്റ്റേജിലാണോ നമ്മളൊരു അപകടം മുൻകൂട്ടി കാണേണ്ടത്? അതെ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ തന്നെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അടുത്തോ വീട്ടിലെ ആണുങ്ങളോട് പറയുന്നതിനേക്കാളും അവർ കൂടെയുള്ള സ്ത്രീകളോ അടുത്ത വീട്ടിലുള്ള ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. മെൻസസ് ഒക്കെ നിന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ വരും, അതിനൊന്നും പേടിക്കേണ്ട എന്നൊരു അഡ്വൈസ് ആൾക്കാരുടെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ പരന്നിട്ട് ആ ഒരു ബോധവൽക്കരണം ആവശ്യത്തിന് ഇല്ലാത്തതിൻ്റെ ഒരു ഡേഞ്ചർ അതിൽ കാണുന്ന അതാണ്. പലപ്പോഴും ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഒരു പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പല പേഷ്യൻസും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അത് ഒരു സൈനാണ്, അത് സാധാരണ രീതിയിൽ വരുന്നതാണെന്ന് സ്ത്രീകൾ വിചാരിക്കരുത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെ രീതിയിൽ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ വരും? കൂടുതലും നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് 55-65 വയസ്സിനിടയിലുള്ളവരിലാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുറച്ചൊരു നല്ല ശതമാനം ആൾക്കാരും ഈ 45 വയസ്സിന് മുമ്പുള്ളവരിലും ഇത് കാണപ്പെടാറുണ്ട്. അതായത് ആർത്തവവിരാമം എത്താത്തവരിലും ചിലപ്പോൾ വരാം. അങ്ങനെയുള്ളവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രമമല്ലാത്ത മെൻസസ്, കൃത്യമായ പീരിയഡ്സ് അതിൻ്റെ ദിവസങ്ങളിൽ മെൻസസ് വരിക, ഒരു ക്രമം പറയാൻ പറ്റാത്ത വിധത്തിൽ ബ്ലീഡിങ്, ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം തീർന്നു എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ വരിക, അമിതമായ രക്തസ്രാവം വരിക, ബ്ലീഡിങ്ങിൻ്റെയോടൊപ്പം തന്നെ ശക്തിയായ വയറുവേദന, അടിവയറുവേദന, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കൂടെ ഉള്ളപ്പോൾ എല്ലാവർക്കും ക്യാൻസർ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇതെല്ലാം ഡേഞ്ചർ സൈൻസ് ആയിട്ട് എടുത്തിട്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റംസും സൈനൊക്കെ പറഞ്ഞു, എന്തായിരിക്കും കാരണം? സോഫിയ മാഡവും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോഴും ഒരു ക്യാൻസർ ഉണ്ടാവാൻ ഇന്ന ഒരു സ്പെസിഫിക് റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ എല്ലാ ക്യാൻസറുകളിലും പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചൊരു ക്യാൻസർ ശരിക്കും സെർവിക്സ് ക്യാൻസറാണ്. സെർവിക്സ് ക്യാൻസറിൻ്റെ 99.9% ക്യാൻസറുകൾ ഉണ്ടാക്കുന്നത് HPV എന്ന് പറഞ്ഞ വൈറസാണ്. ഗർഭാശയ മുഖ ക്യാൻസർ സെർവിക്സിൽ. പക്ഷേ ഈ ഗർഭാശയ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഒരു ഏജൻറ്റോ ഒരു കാരണം നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പല കാരണങ്ങളാൽ ഇത് വരാം. അപ്പോൾ അതിന് റിസ്ക് ഫാക്ടേഴ്സ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കാണിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. ഇതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം യൂട്രസിൻ്റെ ലൈനിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. യൂട്രസിൻ്റെ ലൈനിങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളിൽ വിധേയമായി കിടക്കുന്നൊരു കാര്യമാണ് എൻഡോമെട്രിയം. അപ്പോൾ ആ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തന്നെയാണ് പിന്നീട് ഈ യൂട്രസിൻ്റെ ലൈനിങ്ങിന് കട്ടി കൂട്ടുന്നത്. അതിനൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമിതഭാരം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് ഈ സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ അത് കുറഞ്ഞും ഈസ്ട്രോജൻ്റെ അളവ് വല്ലാതെ കൂടുകയും പ്രൊജസ്ട്രോൺ തീരെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് പിന്നീട് അത് എൻഡോമെട്രിയൽ ക്യാൻസറിലേക്ക് വന്ന് ഭവിക്കാറ്. പലപ്പോഴും സ്ത്രീകൾ കരുതിയിരിക്കുന്നത് മറിച്ചാണ്. എനിക്കിപ്പോൾ 3-4 മാസമായിട്ട് പീരിയഡ്സേ ഇല്ല, അതുകൊണ്ട് എൻ്റെ തടി കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പേഷ്യൻസ് വരാറുണ്ട്. അവരതിനെ അങ്ങനെയായിട്ട് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കരുതി വെക്കാറുണ്ട്. പക്ഷേ മറിച്ചാണ് ശരിക്കും വാസ്തവം. വേറൊരു വലിയ ഫാക്ടർ നമ്മുടെ ഈ അമിതഭാരം ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണക്രമം, വല്ലാതെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ്, അതിനനുസരിച്ചിട്ട് ഈ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം കാരണമാകുന്ന തരം ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നമുക്ക് നിശ്ചിതമായ എക്സസൈസിനുള്ളൊരു സമയമില്ലാതെ നമ്മൾ ജോലി തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ആ ജോലി തിരക്ക് വഴി നമ്മളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനോ നമുക്കൊരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുപോകാനോ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നിടത്ത് തന്നെയാണ് സ്ത്രീയുടെ ശരീരത്തിലെ ഹോർമോണും ബാലൻസ്ഡ് ആവുക. അങ്ങനെയാണ് നമുക്ക് ഇതിന്നും നമുക്കൊരു രക്ഷ നേടാൻ സാധിക്കുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ അവയർനെസ് മന്തിൽ ജംപ് ഫോർ ജൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മളെ ആളുകളുടെ ഇടയിലുള്ള ഒബിസിറ്റി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നു. ഇത് മാത്രമല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഹെറിഡിറ്ററി ഇതിനൊരു ഭാഗമാണോ? നമ്മൾ യൂട്രൈൻ ക്യാൻസേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% പേരിൽ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ചില ജീനിനകത്തുള്ള മ്യൂട്ടേഷൻസ് വന്നിട്ട് അത്
പാരമ്പര്യമായി വരുന്നതായതുകൊണ്ട് ആ ഫാമിലിയിൽ ജനിച്ച കാരണത്താൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാം. അത് നമുക്ക് അതിന് ചില പ്രത്യേക തരം ടെസ്റ്റുകൾ വഴിയാണ് നമ്മളത് കണ്ടെത്തുന്നത്, പാരമ്പര്യമായിട്ട് വന്നതാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രത്യേകിച്ച് ഈ ഗർഭാശയ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ, പിന്നെ മെയിനായിട്ടുള്ളത് കുടൽ ക്യാൻസർ, ഇങ്ങനത്തെ ഹിസ്റ്ററിയൊക്കെ ഉള്ള ഫാമിലികളാണെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ അതിനുള്ള റിസ്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ആ പ്രായം വരെ ആയിരിക്കില്ല, ചിലപ്പോൾ യങ്ങർ ഏജ്, പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഈ ഫാമിലിയിൽ പെട്ട ഒരാളായതിനാൽ ചിലപ്പോൾ യൂട്രൈൻ ക്യാൻസർ വരാനും റിസ്ക് ഉണ്ട്. സാർ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് പ്രോസസ്സ്? ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ലേഡിക്ക് നമ്മൾ പരിശോധിക്കുകയും അതിനോടൊപ്പം ഇപ്പോൾ ഏറ്റവും നമുക്ക് എല്ലാ ഗൈനക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ, ഒരു ഉപാധിയാണ് അൾട്രാസൗണ്ട് സ്കാൻ. നമ്മൾ സാധാരണ ചെയ്യുന്ന സ്കാൻ. ആ സ്കാനിങ് വഴി നമ്മൾ യൂട്രസിനെയും അതിൻ്റെ ലൈനിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ ലൈനിങ്ങിൽ കട്ടി കൂടുതൽ, ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ഇന്ന അളവിൽ കൂടുതൽ എന്നുള്ളൊരു മെഷർമെൻ്റൊക്കെ ഉണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്നൊരു ബയോപ്സി എടുക്കുകയാണ് നമ്മൾ പ്രാഥമികമായി ചെയ്യുന്ന കാര്യം. കാരണം ഇതിനകത്ത് ക്യാൻസറിൻ്റെ കോശങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് ബയോപ്സി എടുത്ത് സ്ലൈഡാക്കി ഒരു പത്തോളജിസ്റ്റ് നോക്കി പറഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് നമുക്കിപ്പോൾ യൂസിൽ നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള ഒരു പ്രൊസീജിയറാണ് പിപ്പൽ ബയോപ്സി. ഇത് ഇത്രയും വ്യാസം കുറഞ്ഞ നേരിയ ഒരു ട്യൂബ് വഴി നമ്മൾ ബയോപ്സിക്കായിട്ട് സ്പെസിമെൻ, അതൊരു ദശയുടെ ഒരു കഷ്ണം എടുക്കുന്നതിൻ്റെ ഒരു കാര്യമാണിത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യമില്ല, മയക്കം കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പേഷ്യൻറ്റിന് നമ്മുടെ ഉള്ളു പരിശോധന ടോളറേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിലായിട്ട് നമ്മുടെ OPD പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഈ ഒരു ട്യൂബ് നേരെ സെർവിക്സ് വഴി കടത്തി നമുക്ക് നേരെ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ടിഷ്യൂ കിട്ടും. അത് നമ്മൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് വിടും. ഇങ്ങനെ ബയോപ്സിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? ട്രീറ്റ്മെൻറ്റ് തൊട്ട് മുമ്പായിട്ടൊരു മെയിൻ ചോദ്യം പേഷ്യൻറ്റും ചുറ്റുമുള്ളൊരു നാട്ടുകാരും വരെയും ചോദിക്കുക എത്രയാ സ്റ്റേജ് എന്ന്. അതെ, സ്റ്റേജിങ് കാരണം നമുക്കറിയാം എത്ര കുറഞ്ഞിരിക്കുന്നോ സ്റ്റേജ് പേഷ്യൻറ്റിനും അത്രയും നല്ലതാണ്, ട്രീറ്റ്മെൻറ്റും നമുക്ക് അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാകുകയും കംപ്ലീറ്റ്ലി നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാനും സാധിക്കും എന്നുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂട്രൈൻ ക്യാൻസർ, ഈ എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതൽ ആൾക്കാരിലും വളരെ ഏർലി സ്റ്റേജ്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ്. കാരണം അത് യൂട്രസിന് മാത്രം ഒതുങ്ങിയിരിക്കുമ്പോഴാണ് അതിൻ്റെ സ്റ്റേജ് 1 എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സ്റ്റേജിൽ തന്നെ പേഷ്യൻറ്റിന് ബ്ലീഡിങ് എന്ന രൂപേണ ബുദ്ധിമുട്ടുണ്ടാകാം. ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ടുള്ള ഒരു സ്രവം പോലെ വരിക, ഇതെല്ലാം അതിൻ്റെ ഏർലി ലക്ഷണങ്ങളാണ്. ആ സമയത്ത് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ മിക്കവാറും പേഷ്യൻസിൽ അത് സ്റ്റേജ് 1 തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് മറച്ചു വെച്ച് കൊണ്ട് നടന്നത് പിന്നെ കൂടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും കാണേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ബോധവൽക്കരണവും കൊടുക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ ആർത്തവം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നതിൻ്റെ മെയിൻ കാരണം. ഇതിന് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ അൾട്രാസൗണ്ട് സ്കാൻ കഴിഞ്ഞിട്ടുള്ള MRI സ്കാൻ, ചില ആൾക്കാരിൽ CT സ്കാനൊക്കെ നമ്മൾ ചെയ്ത് നോക്കും. ഇത് കൂടുതലും സൈഡിലെ ഗ്രന്ഥികളിലേക്കാണ് പിന്നീട് ഇത് പരക്കാൻ സാധ്യത, അതായത് ഇടുപ്പിനുള്ളിൽ തന്നെയുള്ള ഗ്രന്ഥികളിലേക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ കടക്കുന്നത് സർജറി പ്രൊസീജിയറിലേക്കാണ്. ഫസ്റ്റ് ഈ സർജറി വഴിയാണ് ശരിക്കും നമ്മൾ ഫൈനൽ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫുൾ യൂട്രസും ഓവറിയും എല്ലാം നീക്കം ചെയ്ത് അതിനോടൊപ്പം ഇത് ബാധിക്കാൻ സാധ്യതയുള്ള ഗ്രന്ഥികളും കൂടെ നമ്മൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് വിട്ടിട്ടാണ് ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് അതിലാണ് പറയുക. അപ്പോൾ എപ്പോഴും ഒരു ക്യാൻസർ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റിന് പലതരം ട്രീറ്റ്മെൻറ്റുകൾ ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു കൂടിച്ചേർന്നുള്ള ഒരു സെൻറ്റർ എന്ന രീതിയിൽ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഒന്നിച്ച് കൂടിയിട്ട് വേണം അതിന് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സാധ്യമാക്കാൻ. നമുക്ക് ഇക്രയിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്രിഹെൻസീവ് ഗൈനക് കെയർ ടീം തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഗൈനക് ഓങ്കോളജിസ്റ്റ് ഉണ്ട്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, പാലിയേറ്റീവ് കെയർ, ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേര് ഒത്തുകൂടിയിട്ടാണ് നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത അത്രമാത്രം ഉണ്ട്, കാരണം പല രീതിയിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് സ്റ്റേജിനനുസരിച്ചിട്ടാണ്, യൂട്രസിൽ ഒതുങ്ങി നിൽക്കുന്ന മാത്രമാണെങ്കിൽ ആ സർജറിയോടുകൂടി തന്നെ മതിയോ, ട്രീറ്റ്മെൻറ്റ് നിർത്താമോ, യൂട്രസിൻ്റെ ഭിത്തിയിലേക്ക് ബാധിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ റേഡിയേഷൻ ആവശ്യമുണ്ടോ, ഈ വശങ്ങളിലേക്കുള്ള ലിംഫ് നോഡിലേക്ക് വന്നു കഴിയുമ്പോൾ കീമോ ആവശ്യമുണ്ടോ, അങ്ങനെ ഓരോ ഘട്ടങ്ങളനുസരിച്ചാണ് മറ്റ് ട്രീറ്റ്മെൻറ്റുകളും അതിൻ്റെ കൂടെ ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് 4 വരുമ്പം ഏത് തരത്തിലേക്കായിരിക്കും ട്രീറ്റ്മെൻറ്റ് പോകുക? സാധാരണഗതിയിൽ നമ്മൾ സ്റ്റേജ് 4 നമ്മൾ തുടക്കത്തിലേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് യൂട്രസ് എടുക്കൽ കൊണ്ട് മാത്രം
ഫുള്ളായിട്ട് നമുക്ക് അസുഖം ശരീരത്തിൽ നീങ്ങിപ്പോകാത്ത അവസ്ഥയാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലിവറിലോ ലങ്സിലോ ഒക്കെ ഓൾറെഡി അസുഖം വന്ന് ബാധിച്ച് കഴിഞ്ഞ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉടനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കീമോ ആണ്, കീമോ രൂപത്തിലുള്ള തുടങ്ങി ഈ അസുഖങ്ങളൊക്കെ ഒന്ന് ചുരുങ്ങി മാഞ്ഞു പോയി പിന്നെ യൂട്രസിൽ മാത്രമേ അസുഖം ബാക്കി നിൽക്കുന്നുവെങ്കിൽ പിന്നീട് ആ സമയത്ത് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് നമ്മൾ സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് സ്റ്റേജിലാണെങ്കിൽ പോലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമുക്ക് എപ്പോഴും പേഷ്യൻറ്റിന് ഓഫർ ചെയ്യാൻ സാധിക്കാറുണ്ട്. ചില കേസുകളിലൊക്കെ ഇൻഫെർട്ടിലിറ്റി ഉള്ള സ്ത്രീകളുണ്ടാവും. അത്തരം കേസുകളിൽ ഏത് തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുക? യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആണോ? അവിടെ എന്തായിരിക്കും ചെയ്യുക? ചില കണ്ടീഷൻസിൽ ചിലപ്പോൾ നമ്മൾക്ക് ആ യൂട്രസ് റിമൂവൽ സാധ്യമാകാത്ത രീതിയിൽ ചിലപ്പോൾ പേഷ്യൻസ് വരും. കാരണം അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞുണ്ടായി കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ച് 40കളിലേക്കൊക്കെ വരുന്ന ഒരാൾ, യങ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് എൻഡോമെട്രിയൽ ക്യാൻസർ സംഭവിച്ചു. പക്ഷേ അതുവരെ അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ ഉള്ളതായിട്ട്. അങ്ങനെയുള്ള ചില പേഷ്യൻസിൽ വളരെ റെയറായിട്ടുള്ള ചില ഓപ്ഷൻസിൽ എന്ത് തരം ട്യൂമറാണ്, വീര്യം കുറഞ്ഞ ട്യൂമറാണോ, യൂട്രസിൻ്റെ ഭിത്തിയിലേക്ക് വല്ലാതെ കയറിപ്പോയിട്ടുണ്ടോ, ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ടൈപ്പിൽ പെടുന്ന ക്യാൻസർ ആണോ, കാരണം അവർ പ്രായക്കുറവിലാണ് വന്നിരിക്കുന്നത്, ഇതെല്ലാം നോക്കി ഡിസൈഡ് ചെയ്ത് ചില കണ്ടീഷൻസിൽ നമുക്ക് യൂട്രസ് നിലനിർത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ഹോർമോൺ കൊടുത്തുകൊണ്ട് തന്നെ, അതായത് ഈസ്ട്രോജനെ തളർത്തുന്ന പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോൺ കൂടുതൽ ആക്കി കൊടുത്തുകൊണ്ട് ഈ ക്യാൻസറിന് ശമനത്തിൽ നിർത്തി നേരെ ഇൻഫെർട്ടിലിറ്റിയുടെ സെൻറ്ററിലേക്ക് നമ്മൾ തന്നെ സെൻറ്ററിൽ തന്നെ വിട്ടിട്ട് നമ്മൾ IVF പോലത്തെ ട്രീറ്റ്മെൻറ്റ് വഴി പെട്ടെന്ന് ഗർഭധാരണം നടത്തി പ്രസവിച്ച് കുഞ്ഞുണ്ടായതിന് ശേഷം വേഗം ചെന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അങ്ങനത്തെ കേസസിലും ഉണ്ട്. അത് പക്ഷേ നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ നോക്കുക. ചില കണ്ടീഷൻസ് ചിലപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ, കാരണം എപ്പോഴും നമ്മൾ ആ സ്ത്രീയുടെ ആരോഗ്യത്തിനാണ് എപ്പോഴും നമ്മൾ വില കൊടുക്കുക, അവരുടെ ജീവനാണ് വലുത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ യൂട്രൈൻ ക്യാൻസറാണ് ഫോക്കസ് ചെയ്യണമെങ്കിലും മറ്റുള്ള ക്യാൻസറുകളെ കുറിച്ചും കൂടെ ഒന്ന്, കേരളം കുറച്ചും കൂടെ പാശ്ചാത്യ രീതിയിൽ ഫോളോ ചെയ്യുന്ന കേരള മോഡലാണ്. നമ്മൾ ആരോഗ്യരംഗത്താവട്ടെ, അതെ, വളരെ കൂടിയ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലുള്ള ശരാശരിയേക്കാളും എൻഡോമെട്രിയൽ ക്യാൻസർ കേരളത്തിൽ വല്ലാതെ കൂടുതലാണ്. ഇന്ത്യ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ വികസ്വര രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗൈനക്കോളജിക്കൽ ക്യാൻസർ എപ്പോഴും സെർവിക്സ് ക്യാൻസർ തന്നെയാണ്. സെർവിക്സ് ക്യാൻസറെ നിർമ്മാർജ്ജനം അറ്റ്ലീസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ആദ്യത്തെ രാജ്യമായി മാറാൻ പോകുന്ന ഓസ്ട്രേലിയ ആയിരിക്കും. ഇന്ത്യക്ക് ഇനിയും ഒരുപാട് പടവുകൾ കടക്കാനുണ്ട്. നമ്മൾ ഒരുപാട് പേരുടെ ഇടയിലേക്ക് ഇത് കവറേജ് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അതുവഴിയെല്ലാം നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിച്ച് വേഗം അസുഖം പ്രതിരോധിക്കാനുള്ള വാക്സിൻ കുട്ടികളിൽ കൊടുക്കുകയും മുതിർന്നു വരുന്ന സ്ത്രീകൾക്കെല്ലാം സ്ക്രീനിങ് വഴി പാപ്സ്മിയർ, HPV ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് നമുക്ക് ഒരു നല്ല പരിധി വരെ നമുക്കിത് അസുഖം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓവറിയുടെ ക്യാൻസറാണ്, അണ്ഡാശയ ക്യാൻസർ. ഓവറി പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ സ്റ്റേജ് 3 or 4 ആയിരിക്കും എന്നുള്ളതാണ്. സിംറ്റം നമുക്ക് ഒരു വയറുവേദന, ഒരു അസ്വസ്ഥത, ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം എന്നുള്ളതാണ്. അതില്ലാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാനോ സ്കാനിങ് വഴി സ്ക്രീനിങ് നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ സാധിക്കുമോ പലരും ചോദിച്ചിട്ടുണ്ട്. പാരമ്പര്യ ഇങ്ങനത്തെ അസുഖം വരാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ സ്ക്രീനിങ് വെക്കാം. പ്രായമായ ആൾക്കാരിലാണ് അതും കാണപ്പെടാറുള്ളത്. അപ്പോൾ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് വീർക്കുക, വിശപ്പ് കുറയുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്തുകൊണ്ടാണ് കാരണം, ഓവറിയിലെ മുഴ കൊണ്ടാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കൂടുതലും അഡ്വാൻസ് സ്റ്റേജിൽ വരുന്നതുകൊണ്ട് തന്നെ, പക്ഷേ എന്നാൽ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. സർജറിയും കീമോതെറാപ്പിയും എല്ലാം ഉള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് പലപ്പോഴും ആൾക്കാരെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുമുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഈ ഫുഡ് ഹാബിറ്റിൽ ഇപ്പോൾ എന്താ പറയുക, ഫ്രോസൺ ഫുഡ്സ് ഒരുപാട് കഴിക്കുക എന്നുള്ളത് കേരളത്തിലെ പുതിയ ജനറേഷനല്ല, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. അത് എത്രമാത്രം അപകടകരമാണ് ഇത്തരം കാര്യങ്ങളിൽ? നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നത്, നമ്മൾ ഈ ഫുഡ് ഫ്രീസ് ചെയ്ത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആകുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഒരു മുഴുവനായിട്ടൊരു പിക്ചർ പലപ്പോഴും കിട്ടാതെ പോകുന്നത്. എന്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അത് ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കുക. നമ്മൾ കാലങ്ങളായിട്ട് ചിലപ്പോൾ നമ്മൾ ചോറായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം, ചോറിൻ്റെ കൂടെ നോൺ വെജ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ അളവ് എത്രത്തോളം നമ്മൾ എടുക്കുന്നു എന്നുള്ളത് നോക്കി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഡയറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെഡൻറ്ററി ആവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് സെഡൻറ്ററി ആയി കഴിയുമ്പോഴേക്കുമാണ് ഈ കൊഴുപ്പ് അടിയാനും പിന്നെ അതുവഴി ഹോർമോണൽ ചേഞ്ചസ് വല്ലാതെ കൂടാനും ഒക്കെ
സാധ്യമാകുന്നത്. ആക്ച്വലി ബോത്ത് ഡയറ്റ് ആൻഡ് റെഗുലർ എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ് മാത്രമല്ല, ബോഡിയുടെ അകമയുള്ള എൻവയൺമെൻറ്റ് നോർമലായിരിക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഈ എക്സസൈസും കൂടിയാണ്. പ്രോപ്പർ ജിമ്മ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് നമ്മൾ ഗവൺമെൻറ് തന്നെ പദ്ധതികളും എക്സസൈസിന് വേണ്ടി പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് നടക്കുക, സൈക്ലിംഗ്, നീന്തൽ, എന്താണ് നമുക്ക് സാധ്യമാകുന്നത് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കണ്ടെത്തുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. അത്രമാത്രം നമുക്ക് സമയം ജീവിക്കാനും കൂട്ടിക്കിട്ടും. അതാണ് കാര്യം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻസർ വന്ന്, യൂട്രൈൻ ക്യാൻസർ വന്ന് യൂട്രസ് റിമൂവ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് എങ്ങനെയാണ്? അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സർജറി ആണെങ്കിൽ, മറ്റൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ സർജറി കഴിയുന്നത് തൊട്ട്, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് റേഡിയേഷനും കീമോ എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ അതെന്ന് കഴിയുന്നു അത് മുതലാണ് പിന്നെ നമ്മുടെ ഫോളോ അപ്പ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ഈ അസുഖങ്ങൾ യൂട്രസും ഇതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ ഇതിൻ്റെയൊക്കെ കണികകൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഭാഗത്തിരുന്നിട്ട് വളരാനോ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് വേഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചെക്കപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര പീരിയഡുകളിലാണ് ആ ചെക്കപ്പുകളൊക്കെ? രണ്ടാമത് വീര്യം കൂടി വരാൻ സാധ്യതയുള്ള എപ്പോഴും ഒരു സമയം ആദ്യത്തെ 2 വർഷമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ 2 വർഷത്തിൽ എല്ലാ 3 മാസങ്ങൾ കൂടുമ്പോൾ നമ്മളൊന്ന് ചെക്കപ്പിന് വേണ്ടി പേഷ്യൻറ്റിനെ വിളിപ്പിക്കും. ഒന്നുമില്ല, പേഷ്യൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, സിംറ്റം വല്ലതും ഉണ്ടോ, പിന്നെ നമ്മൾ ജസ്റ്റ് പരിശോധിച്ചൊക്കെ നോക്കുക. വർഷത്തിലൊരിക്കൽ ഒരു CT സ്കാൻ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ യൂഷ്വൽ ചെക്കപ്പുകൾ ആദ്യത്തെ 2 വർഷം ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഗ്യാപ്പ് കൂട്ടിയിട്ട് 6 മാസത്തിലൊരിക്കൽ എല്ലാ 3 വർഷം കൂടെ വരുമ്പോൾ 5 വർഷം ടോട്ടലാകും. 5 വർഷത്തിന് ശേഷം എങ്ങനെയുണ്ട് ആളുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ വർഷമായിട്ട് നമ്മൾ ചെക്കപ്പിന് വേണ്ടി സാധാരണ രീതിയിൽ ഒരു 5 വർഷം വരെ ഒന്നും വന്നില്ലെങ്കിൽ ഒരു സേഫ് സോണിലാണ്. വളരെയധികം നമുക്ക് അത്രയും തുടങ്ങുമ്പോൾ തന്നെ ഏർലി സ്റ്റേജ് ആയിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് അതിനുള്ള ചാൻസസും കുറവ് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരുതരം റെയറായിട്ട് കുറച്ച് വീര്യം കൂടിയ ടൈപ്പ് യൂട്രൈൻ ക്യാൻസേഴ്സ് കാണപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിലാണ് ചിലപ്പോൾ നമ്മൾ ചെക്കപ്പുകൾ കുറച്ചും കൂടെ നമ്മൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബയോപ്സി എടുക്കും എന്ന് പറഞ്ഞല്ലോ, ആ ബയോപ്സിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ എടുത്ത് നോക്കിയാൽ വികൃതിയുള്ള പിള്ളേരുണ്ടാവും, പാവം പിടിച്ച് നല്ലവണ്ണം പഠിക്കുന്ന പിള്ളേരുണ്ടാവും. ട്യൂമറുകളിലും അങ്ങനെ തന്നെ നമുക്ക് കാണാം. കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ലോ ഗ്രേഡ് ആയിട്ടുള്ള ട്യൂമറുകളാണ് പൊതുവേ ഉണ്ടാവാറ്. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ വല്ലാതെ നമ്മളെ പിന്നീട് ബുദ്ധിമുട്ടിക്കാറില്ല. ഹൈ ഗ്രേഡ് ട്യൂമേഴ്സ് ചിലവരിലുണ്ടാകാം. അത് ബയോപ്സി വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആരിലാണ് അതുള്ളതെന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇത് പിന്നെ റെക്കർ ചെയ്യാനും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളത്. യൂട്രൈൻ ക്യാൻസേഴ്സിൽ ഇതിൻ്റെ അളവ് സത്യം പറഞ്ഞാൽ താരതമ്യേന കുറവാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ആ ക്യാൻസേഴ്സും കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫോളോ അപ്പ് നടത്തുകയും അസുഖം പിന്നീട് രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ എടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ നമ്മൾ നോക്കണം. അതിനും ഇപ്പോൾ ഒരുപാട് ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. ചിലത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് ഈ ട്യൂമറുകളെ നിർവീര്യമാക്കുന്ന മരുന്നുകൾ വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും ഒരുപാട് റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട് ട്രയലുകളിലൊക്കെ. അതും ഇപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്. എനിവേ താങ്ക് യു സർ. ഇപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് കിട്ടിയിട്ടുണ്ടാവുക. അവർക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ സ്ത്രീകൾക്ക്, മിക്കവാർക്കും സ്ത്രീകൾക്ക് ഒന്ന് നടക്കാൻ പോലും സമയം കണ്ടെത്താൻ പറ്റില്ല. ജോലി, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് റുട്ടീൻ വർക്കിൽ അവർ എൻഗേജ്ഡ് ആണ്. അത്തരത്തിലുള്ള സ്ത്രീകൾ ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ കാണുന്ന ഈ മെനോപോസിന് ശേഷം വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ക്യാൻസറാണ് ഈ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്നത്.